2019 നടന്ന കാര്യങ്ങൾ തന്നോട് ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വിവാദങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒഴിഞ്ഞുമാറി. 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ്, ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്, നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പാളി എവിടെ, അതിലുണ്ടായിരുന്ന 5 കിലോ സ്വർണം എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി വരുന്നത്. തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. സംശയങ്ങളും നിഗൂഢതയും ദുരൂഹതയും ഒക്കെ വർദ്ധിക്കുകയാണല്ലോ ഷഫീദ് റാവുത്തർ. റിജിത്ത്, ഉറപ്പായിട്ടും ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു പ്രതിരോധത്തിലെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് കൂടി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട, കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. റിജിത്ത്, ആദ്യം തന്നെ പറയട്ടെ, നമുക്കറിയാം ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഇന്റേണൽ ബോഡിയോ ഇന്റേണൽ ഏജൻസികളോ അന്വേഷിച്ച് ഇതിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തൂക്കത്തിൽ കുറവുണ്ടെന്നും കണ്ടെത്തിയതല്ല. പകരം ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഒരു ടേൺ എടുക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില ഓഡിറ്റ് റിപ്പോർട്ടുകളടക്കം ആവശ്യപ്പെടുകയും ശേഷമാണ് ഇത് ഈ രീതിയിൽ വിവാദമായി വികസിക്കുകയും ചെയ്താലും ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് 2019 തനിക്ക് കൈമാറിയത് ചെമ്പ് പാളികൾ എന്നുള്ളതാണ്. അതേസമയം ഇന്ന് പുറത്തു വന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, മാത്രമല്ല ദേവസ്വം വിജിലൻസ് തന്നെ ശേഖരിച്ച ചില രേഖകളുടെ അടക്ക അടിസ്ഥാനത്തിൽ 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകം സ്വർണം പൊതിഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. ദേവസ്വം ബോർഡിന്റെ മഹസറിലും രേഖയിലും രജിസ്റ്ററിലും അടക്കം ഇത് രേഖയായിട്ടുമുണ്ട്. ഇത് ഹൈക്കോടതിയിലടക്കം മുൻപ് പോവുകയും ഹൈക്കോടതി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. 1999 2019 ശേഷം ആ സ്വർണ്ണപ്പാളികൾക്ക് എന്തു പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതിൽ സാങ്കേതികമായിട്ടുള്ള വീഴ്ചകളാണെങ്കിൽ അക്കാര്യത്തിലും ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ കാര്യമില്ല. അതേസമയം ഇന്ന് നടന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് 1999 മെയ് 4 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചു എന്ന രേഖ, അതിന്റെ കോടതി വിവരം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. മാത്രമല്ല ദേവസ്വം വിജിലൻസ് ഇതിൽ ചില മൊഴികൾ എടുത്തപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ചില മൊഴികൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ഈ സ്വർണ്ണപ്പണിക്കാരോടൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു മാന്നാർ സ്വദേശിയായിട്ടുള്ളയാൾ, അത് ദേവസ്വം വിജിലൻസിന് അയാൾ തന്നെ ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡും ചില നീക്കങ്ങൾക്ക് ശ്രമിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് ഈ അടിയന്തര സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുന്നത്, കോടതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹർജി നൽകുന്നത് ആലോചിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിഷയം 27-നാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഹർജി നേരത്തെ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ് ഇന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് 2 തവണ ചോദ്യം ചെയ്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ദേവസ്വം വിജിലൻസ് ഇന്ന് എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ നേരിട്ടിനി ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുക. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില ഇടപാടുകൾ സംബന്ധിച്ച സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ, അതടക്കം പ്രമുഖരോടൊപ്പമുള്ള ഫോട്ടോ അത് ദുരുപയോഗം ചെയ്തു, സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം സംഭാവനയ്ക്ക് ഇത് ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യമടക്കം ചില വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള രേഖകളും വിവരങ്ങളും ഒക്കെ ഇന്റലിജൻസ് പരിശോധിച്ചു വരികയാണ്. റിജിത്ത്, ഷഫീദ്, മറ്റൊന്ന് ഇതിനൊപ്പം വളരുന്ന രാഷ്ട്രീയ വിവാദമാണ്. UDFും BJPയും CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് UDFും BJPയും. പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നുണ്ട് മുന്നണികൾ, അത് ശക്തമാവുന്നുണ്ട്. പത്തനംതിട്ടയിലൊക്കെ പ്രത്യേകമായി നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസ് ആലോചിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ വിവാദം കൂടി കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നുണ്ടല്ലോ പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഷഫീദ് റാവുത്തർ. റിജിത്ത്, ഉറപ്പായിട്ടും ഇന്നലെ വരെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിനോ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ പോയില്ല. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി പ്രത്യക്ഷ സമരം എന്ന നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSSന്റെ അടക്കം നിലപാട് കോൺഗ്രസിന് കുറച്ചെങ്കിലും തലവേദന തീർത്തിരുന്നു. എന്നാൽ അതടക്കമുള്ള വിഷയങ്ങളെ പ്രതിരോധിക്കാൻ പന്തളത്തടക്കം അത്തരത്തിലുള്ള സമരങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം.
വിശ്വാസ പ്രശ്നങ്ങളിൽ സർക്കാരും അതേപോലെ തന്നെ CPM എടുക്കുന്ന നിലപാട് അത് തുറന്നു കാണിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി അടക്കമുള്ള ശബരിമലയിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും കോൺഗ്രസ് ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.